ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീലിലാണ് കോടതി പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി സുരേഷാണ് ചേരുന്നത്. സുരേഷ്, കേസ് എപ്പോൾ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മറ്റു വിവരങ്ങളെപ്പറ്റി ഗോപി, 11 മണിയോടുകൂടി ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 6ാമത്തെ കേസായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് കേസുകളുടെ വാദങ്ങളൊന്നും വലിയ കാര്യമായി നീണ്ടുപോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇക്കാര്യം ഈ കേസിൽ, ലാവ്ലിൻ കേസിൽ 1 മണിയോടുകൂടി കോടതിയുടെ ഒരു തീരുമാനം എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമുക്കുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ CBIയുടെ ഹർജിയും അതേപോലെ തന്നെ കേസിലെ പ്രതിയായിട്ടുള്ള R ശിവദാസൻ, കേസിലെ 3ാം പ്രതിയാണ്, KSCBയുടെ മുൻ ചെയർമാൻ, അദ്ദേഹം നൽകിയിട്ടുള്ള ഹർജി. അങ്ങനെ 2 ഹർജികളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ശിവദാസന്റെ ഹർജിയിൽ പറയുന്നത് കോവിഡ് കാലമായതിനാൽ കേസിന്റെ വിചാരണ ഇപ്പോൾ കേസ് പരിഗണനയ്ക്ക് എടുക്കരുത്, മാറ്റിവെക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്. അതേസമയം CBIയുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ കേസിൽ, ലാവ്ലിൻ കേസിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിൽ നിരവധി പിഴവുകളുണ്ട്. അതിൽ പ്രധാനമായും ലാവ്ലിന്റെ അതിഥിയായി പിണറായി വിജയൻ കാനഡയിൽ ഉള്ള സമയത്താണ് കരാറിൽ ഒപ്പിട്ടത് എന്നതടക്കമുള്ള പല കാര്യങ്ങളും പരിഗണിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്, പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടുള്ളത്, അതായത് 1ാം പ്രതിയായിട്ടുള്ള മോഹനചന്ദ്രൻ, അദ്ദേഹം ഊർജ്ജ സെക്രട്ടറി ആയിരുന്നു. കേസിലെ 7ാം പ്രതിയാണ് അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ. 8ാം പ്രതി A. ഫ്രാൻസിസ്, അദ്ദേഹം ഊർജ്ജ സെക്രട്ടറിയുമായിരുന്നു. ഈ 3 പേരെയും വെറുതെ വിട്ടത്, കുറ്റവിമുക്തരാക്കിയത് വിചാരണ നടത്താതെയാണ്. അത് വലിയ പിഴവാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെയും വിചാരണ മറ്റുള്ളവർക്കൊപ്പം നടത്തണം, അതിനനുവദിക്കണം എന്നുള്ളത് കൂടിയാണ് CBI ആവശ്യപ്പെട്ടിട്ടുള്ളത്. CBIയുടെ ഈ ആവശ്യവും അതോടൊപ്പം തന്നെ ശിവദാസന്റെ ആവശ്യവും, ഇത് രണ്ടും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 3 പേർ വിചാരണ, ഇന്ത്യയിലുള്ള 3 പേർ മൊത്തം 7 പേർ, അത് മൊത്തം 5 പേർ, അതായത് ലാവ്ലിൻ കമ്പനിയും ലാവ്ലിൻ കമ്പനിയുടെ അന്നത്തെ വൈസ് പ്രസിഡന്റ്, അങ്ങനെയുള്ള 2 പേർ, അവർ 2 പേരും വിദേശത്ത്. ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള KG രാജശേഖരൻ KSCBയുടെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. 3ാം പ്രതിയായിട്ടുള്ള ശിവദാസൻ, അതോടൊപ്പം തന്നെ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള കസ്തൂരി രംഗ അയ്യർ, KSCBയുടെ മുൻ ചീഫ് എഞ്ചിനീയർ. ഈ 3 പേർ വിചാരണ നേരിടണം എന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്, ഒരു കേസിന്റെ വിചാരണ നടക്കുമ്പോൾ എല്ലാവരെയും വിചാരണ ചെയ്യണം, കുറച്ചു പേരെ വിചാരണ നടത്താതെ കുറ്റവിമുക്തരാക്കിയതിനു ശേഷം മറ്റുള്ളവർ വിചാരണ നേരിടണം എന്ന് പറയുന്നത് നീതികേടാണ് എന്നും പ്രതികൾ വാദിക്കുന്നുണ്ട്. സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് നിർണായക ദിവസമാണ്. ലാവ്ലിൻ കേസും ലൈഫ് കേസിലും കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഇടവയ്ക്കും. ഇതിനിടെ EDയുടെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി കഴിഞ്ഞു. ലൈഫിലെ CBI അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്നും ശുഭകരമായ വാർത്തയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBIക്കെതിരെ സർക്കാർ നിയമ പോരാട്ടത്തിന് തയ്യാറായത്. സർക്കാരിന്റെ വാദം കോടതി അംഗീകരിച്ചാൽ CBIയുടെ വിശ്വാസ്യതയെ സർക്കാരിന് കൂടുതൽ ശക്തമായി ചോദ്യം ചെയ്യാം. എന്നാൽ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായാൽ സർക്കാരും മുന്നണിയും കൂടുതൽ പ്രതിരോധത്തിലാവും. സുപ്രീം കോടതി പരിഗണിക്കുന്ന ലാവ്ലിൻ കേസിലും സമാനമായ അവസ്ഥയാണ്. പിണറായി വിജയനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യം വന്നാൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യത്തിലേക്ക് തന്നെ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കേന്ദ്രീകരിക്കും. സമരപരിപാടികൾ നിർത്തിവെച്ചിട്ടില്ലല്ലോ. സമരപരിപാടികൾ, ആൾക്കൂട്ട സമരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. 12ാം തീയതി UDFന്റെ എല്ലാ നിയോജക മണ്ഡലത്തിലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി കഴിഞ്ഞു. രാജി ആവശ്യം UDFും BJPയും ഉന്നയിക്കുന്നു. എന്നാൽ ഇന്നത്തെ കോടതി തീരുമാനങ്ങളും പ്രതിപക്ഷ നീക്കങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ കോടതി തീരുമാനങ്ങൾ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.